180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 14 ആയിരുന്നു. കഴിഞ്ഞ 14 ദിവസമായിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി വീഡിയോ ചെയ്യുന്നുണ്ട്, എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 14 ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കായിരുന്നു. വളരെ ട്രാപ്പായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ലൈഫിൻ്റെ ഒരു ഏരിയയിലും ഗ്രോത്ത് ഇല്ല. വളരെയധികം മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് കൊടുത്ത പ്രോമിസാണ്, ഞാൻ ഈ വർഷം മുതൽ എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ചെയ്യും, എൻ്റെ ഫിയേഴ്സിനെ ബ്രേക്ക് ചെയ്യും, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യുന്നുള്ളത്. സോ ആ പ്രോമിസ് ഞാനിപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള എന്നെ കാണാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ 14 ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് ബെറ്ററായി, എനിക്ക് എൻ്റെ ബോഡിയിൽ നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സ്കിന്ന് ക്ലിയർ ആയി തുടങ്ങി, എൻ്റെ ബോഡി നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ ഉറക്കം കറക്റ്റായി, എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആവുന്നുണ്ട്, ബോഡിയിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ട്, റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഒരേ സമയം ഈ പ്രോസസ്സ് നല്ല രസമുണ്ട്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടും ആണ്. പക്ഷെ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇത്ര കാലം ഞാനൊരു സ്റ്റക്കായി നിന്നിട്ട് ഒരു മൂമെൻറ്റ് വന്നപ്പോൾ വളരെയധികം എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലോ ചെയ്യുന്ന പോലെ, എവിടെ സ്റ്റക്കായി നിൽക്കാതെ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കളയാൻ സമയമില്ല, എനിക്ക് ഓവർ തിങ്ക് ചെയ്യാൻ സമയമില്ല. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, എനിക്ക് ജേർണൽ ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, പഠിക്കാനുള്ള കാര്യം പഠിക്കുന്നു, റൂം ക്ലീൻ ചെയ്യുന്നു, എൻ്റെ സെൽഫിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നു, എന്നെ ഒബ്സർവ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദിവസം കഴിഞ്ഞു. സോ ഓരോ ദിവസവും ഞാൻ എൻ്റെ സെൽഫിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വളരെയധികം പ്രൗഡാണ്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്കാണ് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കാം. വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്ത് അനാവശ്യമായിട്ട് നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മൾ എവിടെയും ഗ്രോ ആവത്തില്ല. കഴിഞ്ഞ 14 ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ ഹെൽത്ത് ഓവറോൾ ബെറ്റർ ആയിട്ടുണ്ട്, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവുന്നുണ്ട്, എൻ്റെ ഒരു ഫിയർ ഒക്കെ മാറി തുടങ്ങി, കുറച്ചും കൂടെ ഞാൻ ക്യാമറ ഫ്രണ്ട്ലി ഒക്കെ ആയി തുടങ്ങി, കുറച്ച് കോൺഫിഡൻസ് വരുന്നുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഒരു 14 ദിവസം കൺസിസ്റ്റൻ്റ് ആയി നിന്ന് ഞാൻ എനിക്ക് കൊടുത്ത പ്രോമിസ് കീപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 6 മന്ത്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയി നിന്ന് എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക, ഞാൻ എങ്ങനെയായിരിക്കും കാണാൻ, എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ മൈൻഡ് സെറ്റ്, അതൊക്കെ അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ ഞാൻ എന്താണെങ്കിലും ഈ ചലഞ്ച് ബ്രേക്ക് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഒരുപാട് അധികം എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡാണ്. ഒരുപാട് തവണ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നി, അൺകംഫർട്ടബിളായി, എന്നിട്ടൊന്നും ഗിവ് അപ്പ് ചെയ്യാതെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാര്യത്തിന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നത്. ഞാൻ തന്നെ വളരെ വണ്ടറടിച്ചിരിക്കുകയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഒരു ജേർണിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഐ എം സോ ഹാപ്പി. ഓരോ ദിവസവും ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാരണം എനിക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്, പ്രൗഡാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ് വർക്ക് ഓൺ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ എനർജി ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് മാറും. കഴിഞ്ഞ 14 ദിവസം മുന്നേ വരെ വളരെയധികം സെൽഫ് ഡൗട്ടും അതുപോലെ ഒരുപാട് പേടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 14 ദിവസം കൺസിസ്റ്റൻ്റായി നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഇതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസ്, സെൽഫ് ട്രസ്റ്റ്, സെൽഫ് ബിലീഫ് ഒക്കെ വന്ന് തുടങ്ങി. സോ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നത് അവിടേക്കാണ് നമ്മുടെ എനർജിയും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാതിരിക്കുക. നമ്മളുടെ സെൽഫ് ടോക്ക് ഒബ്സർവ് ചെയ്യുക, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന വേ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ തിരുത്തുക. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സക്സസ്ഫുള്ളി 2 വീക്സ് കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഒരു 180 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 14 ദിവസം കൊണ്ട് ഇത്ര ചേഞ്ചസ് വരുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ.
കാരണം അത്രയും പേടിയുണ്ടായിരുന്നു, അത്രയും ലോ സെൽഫ് വർത്തും കോൺഫിഡൻസും ഫിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ കാണുന്ന പോലെ അല്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന്. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴൽ പോലെയാണ്. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് എത്രത്തോളം അകലുന്നു അത്ര അത് വലുതായി തോന്നും. നമ്മൾ എത്രത്തോളം അതിൻ്റെ അടുത്ത് അടുത്തേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വളരെ ചെറുതാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഒരു പേടിയും ആങ്ഷ്യസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ അത് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഫെമിലിയർ അല്ല. അതുകൊണ്ട് മാത്രം നമ്മളതൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തുടങ്ങുക. ആദ്യം തുടങ്ങാനുള്ള ഒരു കറേജ് കാണിക്കുക. തുടങ്ങുക, പതുക്കെ പതുക്കെ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുക. ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്, ലവ് യുവർ സെൽഫ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്, ബി ജെൻറ്റിൽ വിത്ത് യുവർ സെൽഫ് ആൻഡ് ഹെൽപ്പ് യുവർ സെൽഫ്. ആസ്ക് ഹെൽപ്പ്. ഇതിനൊന്നും മടി വിചാരിക്കരുത്. സോ സക്സസ്ഫുള്ളി 14 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം ഫീലിംഗ് സോ ബ്ലെസ്ഡ്. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സോ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യ്. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും. ആരും വന്ന് നമ്മളെ സേവ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ബ്രെയിനിനെ നമുക്ക് റിവയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സ്വയം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക. സ്വന്തം ലൈഫിൽ ഫോക്കസ് ചെയ്യുക. വേറൊരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി എൻഡ് ചെയ്യുകയാണ്. നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ബൈ.